കർത്താവിൻ്റെ വചനത്തിൻ്റെ ശാസ്ത്രീയത ആഴം എത്രമാണ്? സത്യമാണോ? ബൈബിൾ സത്യമാണോ? ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന വിശുദ്ധ പുസ്തകമാണോ ബൈബിൾ? അതോ ചില മത തീവ്രവാദികളും ചില നിരീശ്വരവാദികളും പറയുന്നത് പോലെ കാലഹരണപ്പെട്ടു പോയ ടെക്സ്റ്റാണോ? നമ്മുടെ അനേകം കുഞ്ഞുങ്ങൾ ബൈബിളിനെ, അല്ലെങ്കിൽ ഇന്നൊക്കെ വളർന്നു വരുന്ന യുവതലമുറ ബൈബിളിനെ കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ അത് കേവലം ഒരു ബുക്ക് എന്ന തരത്തിൽ കണ്ടു വളരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പലരും. പക്ഷേ ബൈബിളിൽ ഒരു സത്യമുണ്ട്. ആ സത്യം മാറ്റമില്ലാത്ത വചനമാണ്. ആയതുകൊണ്ട് ആ വചനം എന്തൊക്കെ പൂർവ്വകാലങ്ങളിൽ അരുളി ചെയ്തിട്ടുണ്ട്, അതെന്തൊക്കെ നടന്നിട്ടുണ്ട്, അതിൽ ശാസ്ത്രം എന്തൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് ഈ വചനവും ജ്ഞാനം തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ് നമ്മളത് മനസ്സിലാക്കാൻ പോകുന്നത്. തമ്പുരാന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. വിശ്വാസത്തോടെ നമുക്ക് ഹൃദയങ്ങളെ ഒന്നുകൂടെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. എല്ലാ വഴികളും തുറന്ന് നന്ദി പറയാം. ഇവിടെ ബൈബിളിന്റെ ഒരു ഘടന നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1600 വർഷം എടുത്തു എഴുതാനെന്നാണ് ബൈബിളിന്റെ ഘടനയിൽ പറയുന്നത്. ഏകദേശം 1600 വർഷം പലരെഴുതി, പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർ, ഡോക്ടർമാരെഴുതി, അതിനകത്ത് രാജാക്കന്മാരെഴുതി, ഇങ്ങനെ പലതരത്തിൽ ദൈവ അനുഭവങ്ങളെ എഴുതിയെന്ന് ചരിത്രങ്ങളിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. എന്നാൽ എങ്ങനെ നോക്കിയാലും ഒരാൾ ഇരുന്ന് എഴുതിയ തരത്തിലാണ് ഈ വിശുദ്ധ ബൈബിൾ കാണപ്പെടുന്നത്. ആ ബൈബിളിന് മറ്റൊരു കാര്യമുണ്ട്. വായനക്കാരെ, കേൾവിക്കാരെ രൂപാന്തരപ്പെടുത്താൻ ഈ വചനത്തിന് സാധിക്കും. ഒരു ചെറിയൊരു ഹിസ്റ്ററി. ബൈബിൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചാത്തുമേനോൻ എന്ന് പറയുന്ന ഒരു മേനോൻ കുടുംബത്തിലെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം സംസ്കൃത പണ്ഡിതനായിരുന്നു. ഇവർ ബൈബിൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്ന സമയത്ത് ഉൽപ്പത്തി മുതൽ വിവർത്തനം ചെയ്ത് വരുമ്പോൾ ഈ ചാത്തുമേനോൻ ഓരോ സംശയങ്ങൾ ചോദിക്കും. അദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ രീതി വെച്ചിട്ട് ഓരോ സംശയങ്ങൾ ചോദിക്കും. അന്നേരം കൂടിയിരിക്കുന്ന ദൈവദാസൻ യേശുക്രിസ്തുവിനെ ശക്തമായി പറഞ്ഞു കൊടുക്കും. ഇദ്ദേഹം അക്ഷരങ്ങളിൽ ദൈവത്തെ വ്യാഖ്യാനിക്കുമ്പോൾ കൂടിയിരിക്കുന്ന ദൈവദാസൻ ആത്മാവിലുള്ള ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം എത്തി. യോഹന്നാന്റെ സുവിശേഷം എത്തിയപ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അവിടെ മുതൽ താഴോട്ട് വായിച്ചു വന്നപ്പോൾ തന്നെ സ്വീകരിച്ചവർക്ക്, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്ക് ദൈവമക്കളാകാൻ ഒരു യോഗ്യതയുണ്ട് എന്ന ഭാഗം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഈ ചാത്തുമേനോൻ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. അദ്ദേഹം മേനോൻ കുടുംബത്തിൽ നിന്ന് മാറി ക്രിസ്തീയ കുടുംബമായി സ്നാനം സ്വീകരിച്ചു. ഒരു ഫെൻ കുടുംബം എന്ന പേരിൽ കോട്ടയത്ത് ഒരു ഫെൻ കുടുംബമുണ്ട്, പഴയ കുടുംബം. അവർ അവിടെ ജീവിതം ആരംഭിച്ചു. ക്രിസ്തുവിന്റെ മിഷണറിയായി മാറി. പറഞ്ഞു വരുന്നത്, ഇത് വായനക്കാരെയും കേൾവിക്കാരെയും രൂപാന്തരപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണ്, ജീവന്റെ വചനമാണ്. സ്തോത്രം. അത് ഇന്നവനെന്നോ ഇന്നവളെന്നൊന്നുമില്ല. ആ വചനം ആരുടെ അടുക്കലെത്തിയോ അതിനെ രൂപാന്തരപ്പെടുത്തിയിട്ടേ പോകത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. എപ്പോഴെങ്കിലും ദൈവമേ എന്നോടൊന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ ബൈബിൾ ഉയർത്തിയപ്പോൾ നീ സമാധാനമായിരിക്കുക, നിന്നെ ഞാൻ രക്ഷിക്കുന്ന ദൈവമാണ് എന്നൊരു വചനം കിട്ടി എന്ന് നിങ്ങൾ ഇരിക്കട്ടെ. നീ സമാധാനമായിരിക്കും, നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നു, നീ എന്റെ നാവായി മാറും എന്നൊരു വചനം കിട്ടിയെന്നിരിക്കട്ടെ. അത് നമ്മൾ വിശ്വസിച്ച് ദൈവമേ എന്നെ നിന്റെ വചനപ്രഘോഷകനും നിന്റെ വേലക്കാരനും നിന്റെ ശുശ്രൂഷകനുമാക്കി ഏതെങ്കിലും തരത്തിലൊരു ശുശ്രൂഷകനാക്കി എന്നെ മാറ്റണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും നാളെ നിങ്ങളെ വിട്ട ശുശ്രൂഷ ചെയ്യിപ്പിക്കും ദൈവം. ഉറപ്പാണ്, ചെയ്യിപ്പിക്കും. കാരണം ബൈബിളിലെ വചനങ്ങളെ പ്രവചന പുസ്തകം എന്നും പ്രവചന ഗ്രന്ഥമെന്നും ശക്തമായി പറയുന്നു. പ്രവചനമാണ്. ഏതാണ്? ഉൽപ്പത്തി മുതലുള്ള ഓരോ വാക്യങ്ങൾ നോക്കിയാൽ അത് പ്രവചനമാണ്. ഉൽപ്പത്തി 3 സ്ത്രീയുടെ സന്തതിയെ കുറിച്ചൊരു പ്രവചനം. അത് നിറവേറിയോ എന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രവചനം നിറവേറിയായിരുന്നോ? ആരുടെ നിറവേറിയായിരുന്നോ? യെശയ്യാ 53 ഒരു യേശുക്രിസ്തുവിന്റെ പീഡയെ ധ്യാനിച്ചുകൊണ്ടൊരു സംഭവം എഴുതിയത്, പ്രവചനം എഴുതിയത് നടന്നോ നടന്നില്ലയോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 7-ാം അധ്യായത്തിൽ ഇമ്മാനുവേൽ പ്രവചനം ഉണ്ടായി. നടന്നോ നടന്നില്ലയോ? നിങ്ങൾ ചോർത്ത് നോക്കുക. ഇതൊക്കെ നടന്നെങ്കിൽ യേശുക്രിസ്തു മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ രണ്ടാമത് വരും, എനിക്കായി ഒരുങ്ങിയിരിക്കുന്ന കാന്തയെ ചേർക്കാൻ വേണ്ടി വന്നിരിക്കും എന്ന് പറഞ്ഞാൽ അത് വരുമോ വരത്തില്ലയോ? സ്തോത്രം. സൂര്യനുള്ളവർ പറഞ്ഞേ, വരുമോ വരത്തില്ലയോ?
വരുമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾ ബൈബിൾ ഉയർത്തിയെടുത്ത മെസ്സേജിനകത്തിലൂടെ കർത്താവായ ആത്മാവ് സംസാരിച്ച പ്രവചനം നിന്റെ മേൽ ഇറങ്ങി വന്നിരിക്കും. അത് വിശ്വസിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവദാസനോ ദൈവദാസിയോ പ്രാർത്ഥന ലീഡറോ ധ്യാന പിതാക്കന്മാരോ നമ്മുടെ തലയ്ക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പറയുവാണ്, പൈതലെ നീ ദൈവവേല ചെയ്യുമെന്നുള്ളൊരു പ്രവചനം ക്രിസ്തുവിന്റെ നാമത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ നിന്റെ മേൽ അധികം താമസിയാതെ വരും. പക്ഷേ നിനക്ക് പീഡ ഉണ്ടാകും. അത് നീ ഞെരുക്കത്തില്ല, നിന്നെ ഞെരുക്കത്തില്ല. ഇത് വിശ്വസിക്കുക. ഇനി ഐശ്വര്യ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ ദേവാലയം നിർമ്മിക്കാൻ വേണ്ടി ഒരു സൈറസിനെ കുറിച്ച് പ്രവചിക്കുന്നു. സൈറസ് വിജാതീയ സൈറസ് അല്ലെങ്കിൽ കോറഷ് വിജാതീയ മാതാപിതാക്കളിൽ വിജാതീയനായ ഒരുവനാണ്. ആ വിജാതീയനെ കുറിച്ച് കർത്താവായ യഹോവ തന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, എന്റെ ദാസനായ സൈറസിനെ ഞാൻ കൊണ്ടുവരും, അവൻ ദേവാലയം പണിയും. പ്രവചനം നടന്നോ ഇല്ലയോ? പ്രവചനം നടന്നോ ഇല്ലയോ? നടന്ന പ്രവചനങ്ങളാണ്. അപ്പോൾ പ്രവചനം ഓരോ വാക്കുകളിലും പ്രവചനമുണ്ടെങ്കിൽ ആ പ്രവചനം നിറവേറിയെങ്കിൽ സ്തോത്രം, നിന്റെ കയ്യിലിരിക്കുന്ന വചനം നിന്റെ ഭാവി അതിനകത്തുണ്ട് എന്ന് അറിഞ്ഞുകൊള്ളുക. നമ്മൾ കേൾക്കുന്ന വചനത്തിനകത്ത് നമ്മുടെ തലമുറകളുടെ ഭാവിയുണ്ട്. അബ്രഹാത്തോട് പറഞ്ഞു, ഒരു കുഞ്ഞുമില്ലാതിരുന്നപ്പോൾ നിനക്ക് ജനറേഷൻ ഭയങ്കരമായിട്ടുണ്ടാകും. അത് നിറവേറി. ഇസഹാക്ക് വന്നു, യാക്കോബ് വന്നു, 12 ഗോത്ര പിതാക്കന്മാർ വന്നു. അവിടെ നിങ്ങോട്ട് ജനറേഷൻ ആയിരുന്നു. ഇതൊക്കെ നിറവേറ്റാൻ ദൈവവചനത്തിന് ശക്തിയുള്ളൂ. അതുകൊണ്ട് ദൈവവചനം ലോകത്തിൽ എല്ലായിടത്തും ഇറങ്ങി നിന്റെ വീട്ടിലും എന്റെ വീട്ടിലും എത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവായ യേശുവിന്റെ പ്രവചനം നമ്മൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ഇവിടെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആകാശത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് നമുക്ക് ഇപ്പോൾ പോകുന്നില്ല, നമ്മൾ അതിന്റെ എന്നാൽ തീരത്തില്ല. ഞാൻ അതിന്റെ ഒരു തലത്തിലേക്ക് മാത്രമേ ഇപ്പോൾ പോകുന്നുള്ളൂ. ഭൂമിയുടെ സൃഷ്ടിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂമി സൃഷ്ടിക്കാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഒന്ന് ഓർത്തു നോക്കി എന്തൊക്കെയായിരിക്കാം ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ശാസ്ത്രം പലതരത്തിൽ പഠിപ്പിച്ചത്. പൊടിപടലങ്ങൾ, വായു, ഹൈ ഹീറ്റ്, സോളാർ നെബുല എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? സോളാർ നെബുല എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അത് വർഷങ്ങളോളം ഇങ്ങനെ കിടന്ന് കരിഭവിച്ച് അതിങ്ങനെ ഉറഞ്ഞ് തണുത്തുറഞ്ഞ് അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? പൊടിപടലങ്ങൾ ഉണ്ടായിരുന്നു, തീക്കാറ്റുണ്ടായിരുന്നു. തീക്കാറ്റും പൊടിപടലങ്ങളും ഒക്കെ ഇങ്ങനെ എത്രയോ കോടാനുകോടി വർഷം അതിങ്ങനെ നിന്ന് ഒരു വലിയ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് കരിഭവിച്ച് ഇങ്ങനെ വന്ന് കൂടിയെന്ന് നമ്മൾ ശാസ്ത്രം പഠിപ്പിച്ചു. അങ്ങനെ ഭൂമി സൃഷ്ടിച്ചെന്ന് ശാസ്ത്രം പഠിപ്പിച്ചു. ആ ശാസ്ത്രം പഠിപ്പിക്കുന്നതിനും ശാസ്ത്രം വരുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ബൈബിളിൽ ഉണ്ടായിരുന്നു. ഭൂമിയുടെ സൃഷ്ടിപ്പ് എങ്ങനെയാണ്, എന്താണ് എന്ന് ബൈബിളിൽ ഉണ്ടായിരുന്നു. ശാസ്ത്രം ഇന്നലെ കണ്ടെത്തുമ്പോൾ ഏകദേശം BC-യിൽ ദൈവം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശാസ്ത്രം വരുന്നതിന് മുമ്പ്. എന്തിനാണ് ഇത് പഠിപ്പിക്കുന്നത്, എന്തിനാണ് ഇത് കേൾക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർവ്വലോകത്തിന്റെയും ഉടയവനായവൻ യഹോവയായ യേശുക്രിസ്തുവായ പരിശുദ്ധാത്മാവായ ദൈവമാണ്. ആ ദൈവമാണ് എന്നെയും നിന്നെയും പരിപാലിക്കുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. സ്തോത്രം. അപ്പോൾ സങ്കീർത്തനം 104 അതിന്റെ 4, 5, 6 വാക്യങ്ങൾ. 4, 5, 6 വാക്യങ്ങൾ. അവിടുന്ന് കാറ്റുകളെ ദൂതരും അഗ്നിയെയും അഗ്നിജ്വാലകളെയും സേവകരുമാക്കി. ശ്രദ്ധിച്ച് വായിക്കണം. അവിടുന്ന് ദൈവമായ കർത്താവായ അവിടുന്ന് എന്ത് ചെയ്തു? കാറ്റുകളെ ദൂതരും, കാറ്റിനെ ദൂതരും അഗ്നിയെയും അഗ്നിജ്വാലകളെയും സേവകരുമാക്കി. സേവകരുമാക്കിയിട്ട് അവിടുന്ന് ഭൂമിയെ അതിന്റെ അടിസ്ഥാനത്തിന്മേൽ ഉറപ്പിച്ചു. അപ്പോൾ ഭൂമി രൂപപ്പെടുന്നത് എങ്ങനെയാണ്? സോളാർ നെബുല, വായു, ഹൈ ഹീറ്റ്, പൊടിപടലങ്ങൾ. ഇവിടെ കാറ്റ്, അഗ്നി സേവകർ, ദൂതർ. ഇത് അങ്ങോട്ട് തന്റെ സേവകനാക്കിയിട്ട് കർത്താവായ ദൈവം എന്ത് ചെയ്തു? ഭൂമിയെ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എനിക്കും നിനക്കും താമസിക്കാൻ വേണ്ടിയിട്ട്, എനിക്കും നിനക്കും ഈ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയെ സൃഷ്ടിച്ചു. ഇന്ന് ബൈബിൾ കാലഹരണപ്പെട്ട പുസ്തകമാണെന്ന് നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കണം, നിന്റെ ശാസ്ത്രമാണ് വലുതെങ്കിൽ. സങ്കീർത്തനം 104-ൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുമ്പോൾ ബൈബിൾ എങ്ങനെ കാലഹരണപ്പെടും, ബൈബിൾ എങ്ങനെ അസത്യമാകും എന്നൊരു ചോദ്യം നിങ്ങളിൽ വീട്ടിലുള്ള പ്രിയപ്പെട്ടവർ ചോദിക്കാൻ വേണ്ടി ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. അവിടുന്ന് കാറ്റുകളെ ദൂതരും, കാറ്റുകളെ തന്റെ ദൂതരും
അഗ്നിയെയും അഗ്നിജ്വാലകളെയും സേവകരുമാക്കി. തന്റെ സേവകരുമാക്കിയിട്ട് അവരോട്, കാറ്റിനോട് പറഞ്ഞു, അഗ്നിയോട് പറഞ്ഞു, പോയി രൂപാന്തരപ്പെട്ട് ഭൂമിയെ രൂപപ്പെടുത്ത്. അവർ അവരുടേതായ രീതി അങ്ങോട്ട് പ്രാപിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ വായിച്ചു നോക്കിയേ. അവിടുന്ന് ഭൂമിയെ അതിന്റെ അടിസ്ഥാനത്തിന്മേൽ ഉറപ്പിച്ചു, ആ അത് ഒരിക്കലും ഇളകുകയില്ല. ആ അവിടുന്ന് വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴി കൊണ്ട് അതിനെ ആവരണം അപ്പൊ ചെയ്തു. ഭൂമിക്ക് ചുറ്റും ആരാണുള്ളത്? സമുദ്രം. ആഴി, സമുദ്രം. ആഴിയുടെ മലയാളം മറ്റൊരു വാക്കാണ് സമുദ്രം. ഭൂമിക്ക് ചുറ്റും ഒരു വസ്ത്രം പോലെ ദൈവം സമുദ്രത്തെ സെറ്റാക്കി കൊടുത്തു. കാലാവസ്ഥ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട്, നമുക്ക് സത്യസന്ധമായി സമാധാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിന്നീട് നമ്മുടെ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ശാസ്ത്രം ഇത് കണ്ടെത്തുന്നത്. ശരിയല്ലേ? നീ സത്യമല്ലേ? ആ, കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ശാസ്ത്രം ഇത് പറയുന്നത്. ഏകദേശം അബ്രഹാത്തിന്റെ കാലഘട്ടത്തിലുള്ള ഒരു പുസ്തകമാണ് ജോബിന്റെ പുസ്തകം. ജോബിന്റെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഭൂമി എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം, ഇയ്യോബ് ചാപ്റ്റർ 26 വേഴ്സ് 7, 26-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിച്ചോ. ശൂന്യതയുടെ മേൽ അവിടുന്ന് ഉത്തരദിക്കിനെ വിരിക്കുന്നു, ഭൂമിയെ ശൂന്യതയുടെ മേൽ തൂക്കിയിട്ടിരിക്കുന്നു. നമ്മളെ ശാസ്ത്രം പഠിപ്പിച്ചത് എന്തോ പഠിപ്പിച്ചു? അതിന് ഒരു അച്ചുതണ്ട്, എന്തുകൊണ്ടെന്ന് പറഞ്ഞ സാങ്കല്പികമായിട്ടുള്ള ഒരു തണ്ടിൽ, സാങ്കല്പികമാണ്, കണ്ടാൽ നോക്കലില്ല, ഭൂമി കറങ്ങും. നമ്മളിങ്ങനെ പഴയകാല ഗ്ലോബുകളിൽ നോക്കിയാൽ ഇങ്ങനെ ചെറിയൊരു ചരിവിൽ ഒരു കർവിനകത്ത് ഗ്ലോബ് ഇരിക്കുന്നത് കാണാൻ പറ്റും, പഴയകാല ഗ്ലോബ്. പക്ഷേ മോഡേൺ ഗ്ലോബ് വരുമ്പോൾ അങ്ങനെയില്ല. ഇപ്പോഴത്തെ മോഡേൺ ഗ്ലോബിൽ ഈ ഒരു കർവില്ല, ഗ്ലോബ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചെങ്കിൽ കാണാൻ പറ്റും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയകാല ഗ്ലോബിൽ ഒരു കർവുണ്ട്, പക്ഷെ മോഡേൺ ഗ്ലോബിൽ ആ ഒരു കർവില്ല, വെറും സീറോയിൽ ഇരിക്കുവാണ്. പറഞ്ഞു വരുന്നത് ശൂന്യതയിലാണ് അത് നിൽക്കുന്നത്, അതിനെ ഒന്നിലും തൂക്കിയിട്ടിട്ടില്ല. അത് ദൈവം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നോക്കിയേ, ഭൂമിയെ ശൂന്യതയുടെ മേൽ അവിടുന്ന് തൂക്കിയിട്ടിരിക്കുന്നു. ശാസ്ത്രലോകം കണ്ടെത്തി ഇപ്പോൾ ഇത്. അപ്പോൾ നമ്മുടെ ദൈവം എത്ര വലിയവൻ! ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്ന ദൈവത്തിന് നന്ദി പറയാമോ? യേശുവേ സ്തുതിക്കുന്നു, ദൈവമേ സ്തോത്രം ചെയ്യുന്നു. ഇനി ശാസ്ത്രത്തിന്റെ ഒരു റൂട്ട് നോക്കിയാൽ, ശാസ്ത്രം പ്രപഞ്ചത്തെ ഏകദേശം ഒരു 5 പദങ്ങളായിട്ട് സംഗ്രഹിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ശാസ്ത്രത്തിന് മെയിനായിട്ട് ഒരു 5 പദങ്ങളെ കൊണ്ട് പ്രപഞ്ചത്തെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിന്റെ ഒന്നാമത്തെയാണ് സമയം, വായു, പദാർത്ഥം, ഊർജം, ചലനം എന്ന് പറയും. ടൈം, വായു, ഇങ്ങനെ പദാർത്ഥം, ഊർജം, ചലനം, ഇങ്ങനെ 5 തരത്തിലുള്ള ഇതുകൊണ്ടാണ് പ്രപഞ്ചത്തെ അവർ സംഗ്രഹിക്കുന്നത്. ഒരു പ്രപഞ്ചം, ഒരു യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇത്രയും സംഭവങ്ങൾ അവർക്ക് വേണം, എന്നാലേ ഒരു യൂണിവേഴ്സ് ആയിട്ട് കാണത്തുള്ളൂ, ഒരു പ്രപഞ്ചമായി കാണത്തുള്ളൂ. എന്തൊക്കെയുണ്ടാണ്? സമയം വേണം, വായു വേണം, പദാർത്ഥം വേണം, ഊർജം വേണം, ചലനം വേണം. ഇത് ഫിസിക്സ് പഠിപ്പിച്ച് കൊണ്ടുപോകുന്നതല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ കരുതരുത്. ഇതിന്റെ പുറകിൽ വേറൊരു അർത്ഥമുണ്ട്. എങ്കിലും ഈ 5 കൂട്ടം കാര്യങ്ങൾ ഉണ്ടെങ്കിലേ അതൊരു പ്രപഞ്ചമെന്ന് ശാസ്ത്രം അതിനെ വിധിയെടുത്തുള്ളൂ, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കത്തുള്ളൂ. എന്നാൽ ഈ 5 കൂട്ടം കാര്യങ്ങളും ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ വചനത്തിൽ തന്നെ ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളാരും അത് ശ്രദ്ധിക്കത്തില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ നോട്ട് ചെയ്യാം. സമയം, വായു, പദാർത്ഥം, ഊർജം, ചലനം, ഈ 5 കൂട്ടം ഉണ്ടെങ്കിലേ ഒരു പ്രപഞ്ചം സെറ്റ് ആകത്തുള്ളൂ എന്ന് ശാസ്ത്രം പറയുമ്പോൾ ഈ 5 കൂട്ടം കാര്യങ്ങളും ബൈബിളിന്റെ ആദ്യത്തെ വചനങ്ങളിൽ കാണാൻ പറ്റും. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യം വായിച്ചേ. 1, 2, 3 വാക്യം വായിച്ചേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നമ്മൾ 5 കൂട്ടം പേര് പറഞ്ഞു, 5 സംഭവങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ്? സമയം. ഇപ്പോൾ വായിച്ചതിൽ എന്തുണ്ട്? ആദിയിൽ. അത് എന്ത് സൂചിപ്പിക്കുവാണ്? ടൈമിനെ സൂചിപ്പിക്കുന്നുണ്ട്, അല്ലെ? ആദിയിൽ. ഇനി രണ്ടാമത് എന്താണ് പറഞ്ഞത്? ദൈവം, വായു. രണ്ടാമത് പറഞ്ഞത് എന്താണ്? പ്രപഞ്ചത്തിന്റെ രണ്ടാമത് വരുന്നത് എന്താണ്? വായു. ആദി, സമയം കഴിഞ്ഞു, രണ്ടാമത് വായു വരുന്നു. ഇനി നോക്കിയേ, ആദിയിൽ ദൈവം ആകാശവും എന്ത് സൃഷ്ടിക്കുവാണ്? ആകാശം. ആകാശം ഒരു പദാർത്ഥമയമാണോ, എയർ ആണോ? കൂടുതൽ എയർ അല്ലേ, വായു അല്ലേ?
അപ്പോ ഈ വായു രണ്ടാമത്തത്. മൂന്നാമത്തത് വരുന്നത് എന്താണ്? പദാർത്ഥം. ഭൂമി നമുക്ക് തൊട്ട് മനസ്സിലാക്കാൻ പറ്റും, പദാർത്ഥമയമാണ് ഭൂമി. ഇനി അടുത്ത് വരുന്നത് ഏതാണ്? ചലനം ഉണ്ടാകണം. അടുത്ത വചനം വായിച്ചത്, അവിടെ വായിച്ചേ. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. എന്താണ് ചലനം? പറഞ്ഞേ, ചലനം എന്താണ്? പരിവർത്തനം. പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ ചലിച്ചുകൊണ്ടേയിരുന്നു. പ്രപഞ്ചത്തിന്റെ നാലാമത്തെ സംഭവം ചലനം. ഇനി അഞ്ചാമത്തെ വാക്യമാണ് ഊർജം. അത് നോക്കി, അടുത്ത വചനം വായിച്ചു നോക്കിയേ. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. എന്താണ് വെളിച്ചത്തിൽ? എന്തുണ്ട്? എനർജി. ശാസ്ത്രം പഠിപ്പിക്കുന്ന 5 കൂട്ടം കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1, 2, 3 വാക്യങ്ങളിൽ യഹോവയായ ദൈവം സൃഷ്ടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ പൈതലെ അറിഞ്ഞുകൊള്ളണം, ഈ വചനം നിനക്കൊരു പ്രവചനം തന്നിട്ടുണ്ടെങ്കിൽ നടന്നിരിക്കും. ഈ വചനം നിന്നെ കുറ്റം വിധിക്കുന്നുണ്ടെങ്കിൽ നടന്നിരിക്കും. ഈ വചനം നിന്നെ ജീവനിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ നടന്നിരിക്കും. ഇനി ഏത് ശാസ്ത്രം, ഏത് മനുഷ്യൻ വന്ന് ഇതിനെ മാറ്റി എഴുതിയാലും ശരി, അങ്ങനെ മാറിപ്പോകുന്നതല്ല കർത്താവായ ദൈവത്തിന്റെ വചനം. ഈ മാറ്റമില്ലാത്ത വചനത്തിന്റെ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റിയതിനാണ് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നത്. ഈ മാറ്റമില്ലാത്ത വചനത്തിന്റെ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റിയതിന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ. ഇനി ഭൂമിയിൽ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ നമ്മുടെ സഹോദരങ്ങൾ പറയും, വളരെ വർഷങ്ങൾക്ക് മുമ്പ് കുറെ പേരുടെ വിശ്വാസമായിരുന്നു ഭൂമി പരന്നതായിരുന്നു, ഫ്ലാറ്റ് എർത്ത്. ടീച്ചർ അതിനെ പഠിപ്പിച്ചിട്ടുണ്ടോ? അതെല്ലാം കേട്ടിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടുണ്ട്. ഭൂമി പരന്നതാണെന്ന് ടീച്ചർ ഒന്ന് മൈക്കൊടുത്തേ. പല തിയറികൾ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് ഒരെണ്ണം ഫ്ലാറ്റ് എർത്ത് തിയറിയാണ്. ഫ്ലാറ്റ് എർത്ത് തിയറിയാണ്. ഇതാരാ കൊണ്ടുവന്നത്? ശാസ്ത്രമല്ലേ? ശാസ്ത്രത്തിന് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളല്ലേ കൊണ്ടുവന്നത് ഭൂമി പരന്നതാണെന്ന്. നമ്മൾ പോലും വന്ന് പറയും. എന്റെ അടുത്ത് 2 ടീച്ചർമാരുണ്ട്, പക്ഷെ അവരൊന്നും മൈക്കെടുക്കുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോ ഈ ശാസ്ത്രം, നമ്മുടെയൊക്കെ കാരണവന്മാര് പറയും, ഈ ഗോളാണെന്ന് പറഞ്ഞാൽ ഗോളമെന്ന് പറഞ്ഞാൽ ഗോളമെന്ന് പറയുന്നവരെ തീ വെച്ച് കൊല്ലും. അതാണ് ബൈബിൾ പൊട്ട തെറ്റാണെന്ന് പറയാൻ കാരണം പോലും ഇതാണ്. കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുക്കാം, 40-ാം അധ്യായം 22-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകൻ 40-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഭൂമിക്ക് മുകളിൽ ആകാശവിധാനത്തിന് ഉപരി ഉപവിഷ്ടനായിരിക്കുന്നവനാണ് അവിടുന്ന്. അതിന്റെ സത്യവേദ പുസ്തകം ഒന്ന് വായിക്കാമോ? അവൻ ഭൂമണ്ഡലത്തിന് മീതെ അധിവസിക്കുന്നു. അതിലെ നിവാസികൾ വെട്ടിക്കിളികളെ പോലെ ഇരിക്കുന്നു. ഭൂമണ്ഡലത്തിന് മീതെ അധിവസിക്കുന്നു. ഭൂമണ്ഡലത്തിന് മീതെ. അപ്പൊ ഭൂമണ്ഡലം എന്ന് പറയുമ്പോ പരന്നതാണോ, നിവർന്നതാണോ, ഗോളമാണോ, വലുതാണോ നമുക്കറിയാൻ പറ്റുമോ? പക്ഷെ അറിയാൻ പറ്റണം. അതിന്റെ NLT സ്റ്റഡി ബൈബിൾ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, God sits above the circle of the earth. God sits above the circle of the earth. ഭൂമിയുടെ സർക്കിൾ എന്ന് പറഞ്ഞാൽ വൃത്തം, ഒരു വളയം. ഇനി ഈ സർക്കിളിന് മൂലഗ്രന്ഥത്തിൽ പറയുന്നത് ഹ്യൂഗ് എന്നുള്ളതാണ് ഹീബ്രു വേർഡ്. ഹ്യൂഗ് അതായത് ഹീബ്രുവിൽ 23-29 എന്ന നമ്പർ, ഹീബ്രുവിൽ 23-29 എന്ന നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂഗ് എന്ന് പറയുന്ന ഒരു വേർഡ്, ഏകദേശം ഉച്ചാരണ ശൈലി ഇങ്ങനെയാണ് വരുന്നത്. അതിന്റെ ഇംഗ്ലീഷ് മീനിങ് ദ സർക്കിൾ. ഈ യെശയ്യാ 40:22 വ്യക്തമായും മൂലഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ളത് എന്താണ്? സർക്കിൾ, ഭൂമി റൗണ്ട് ആണ്. യെശയ്യാ പ്രവചനം എഴുതിയ കാലഘട്ടം എന്നറിയാമോ? ഏകദേശം 740-700 BC, 740-700 കാലഘട്ടത്തിൽ. കുറെ നാളുകൾ കഴിഞ്ഞ് ഏകദേശം 1543 എത്തിയപ്പോൾ, നമ്മുടെ കാലഘട്ടം എത്തിയപ്പോൾ, ഒരു പോളണ്ടുകാരനായ ഒരു കോപ്പർനിക്കസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഭൂമി ഗോളമാണെന്ന് കണ്ടെത്തി. പക്ഷേ ഈ ഭൂമി ഗോളമാണെന്ന് കണ്ടെത്തിയപ്പോൾ കുറച്ചുപേർ അദ്ദേഹത്തെ തല്ലിക്കൊന്നൊക്കെയാണ്, സഭയാണ് തല്ലിക്കുന്നത്.
തല്ലിക്കൊന്നു. ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോ ഉരുണ്ടതാണെന്ന് പറഞ്ഞവരെ തല്ലിക്കൊന്നു. 1543 1600 എത്തിയപ്പോൾ ഗലീലി എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ വന്നിട്ട് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചിട്ട് ആ ടെലസ്കോപ്പിന്റെ സഹായത്താൽ അദ്ദേഹം അന്തരീക്ഷത്തെ പഠിച്ചപ്പോൾ ഈ കോപ്പർനിക്കസ് പറഞ്ഞത് കറക്റ്റ് ആണെന്ന് ഗലീലിയോ ഗലീലി തെളിയിച്ചു. 1610 1620 കാലഘട്ടം എത്തിയപ്പോൾ കെപ്ലർ എന്ന് പറയുന്ന മറ്റൊരു ശാസ്ത്രജ്ഞൻ വന്നിട്ട് മാത്തമാറ്റിക്കലി ഇത് പ്രൂഫ് ചെയ്തു, ഇത് ഗോളമാണ് എന്ന്. ഇങ്ങനെ കോപ്പർനിക്കസ് പറഞ്ഞതും ഗലീലി പറഞ്ഞതും വളരെ കറക്റ്റ് ആണെന്ന് മൂന്നാമതൊരാള് കണ്ടെത്തി. ഈ ഗലീലി എന്ന് പറഞ്ഞ ആള് യൂതനാണ്. യൂതൻ അവന്റെ പ്രവാചക ഗ്രന്ഥം വായിച്ചപ്പോൾ അവന് മനസ്സിലായതാണ് ഭൂമി പരന്നതല്ല, ഭൂമി ഗോളമാണ്. ഗലീലി എന്ത് ചെയ്തു? ഹീബ്രു ബൈബിൾ വായിച്ചപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ഹ്യൂഗ് എന്ന് പറഞ്ഞ വേർഡ് കണ്ടു. അത് സർക്കിൾ ആണ്. അവിടെ മുതൽ അവർ സ്റ്റാർട്ട് ചെയ്തു ഇത് കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി ദൈവം ബുദ്ധി കൊടുത്താണ് ടെലസ്കോപ്പ് കണ്ടെത്തിയത്. ടെലസ്കോപ്പ് കണ്ടെത്തിയപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടി എന്താണെന്ന് സാധാ ഒരു മനുഷ്യന് കണ്ടെത്താൻ സാധിച്ചെങ്കിൽ സ്തോത്ര. ദൈവ പൈതലേ, നിന്റെ വീട്ടിൽ ഒരു സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ അത് വെളിപ്പെടും. ആമേൻ. വെളിപ്പെട്ടിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ വെളിപ്പെട്ടിരിക്കും. അതുകൊണ്ട് നടന്നില്ല എന്ന് പറഞ്ഞ് വചനം തെറ്റാണെന്ന് പറഞ്ഞിരിക്കല്ലേ. വചനം മാത്രമാണ് ശരിയായത്. ദൈവവചനമല്ലാതെ മറ്റൊന്നും ശരിയല്ല, മറ്റൊന്നിലും ശരിയില്ല. ദൈവവചനത്തിലേ ശരിയുള്ളൂ, ദൈവവചനത്തിലെ സത്യമുള്ളൂ. ഇത് വിശ്വസിക്കാമെങ്കിൽ ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു ദൈവമേ. സ്തോത്രം. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ വന്നു. ഇതൊന്നുമല്ല, ഇനിയുണ്ട് കേട്ടോ. ഒത്തിരി എടുത്താൽ തീരത്തില്ല. ദൈവം അനുവദിക്കെങ്കിൽ യൂട്യൂബിൽ ചെറിയ ചെറിയ ടോപ്പിക്കായിട്ട് ഇതിടാൻ ആഗ്രഹിക്കുകയാണ്. ഒത്തിരി ഉണ്ട് ദൈവവചനത്തെ അപമാനിക്കുന്നവർക്ക് കൊടുക്കാനുള്ള മറുപടികൾ. സ്തോത്രം. ഇനി അതിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുവാണ്. ഭൂമിയിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ വെള്ളം, ജലം. ജലത്തിന് ശാസ്ത്രം 3 തരത്തിൽ ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. ജലത്തിന്റെ അവസ്ഥകൾ എന്തൊക്കെയാണ്? ജലത്തിന്റെ അവസ്ഥ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? അല്ലാതെ പറഞ്ഞേ, പാവപ്പെട്ടവരും കൂടെ ഉണ്ട്. സാധാ ജലമുണ്ട്, നീരാവിയായിട്ട് പോകുന്നുണ്ട്, ഐസ് കെട്ടിയുണ്ട്, അല്ലേ? അപ്പം ഒരു വെള്ളത്തിന് 3 അവസ്ഥകൾ ഉണ്ട്. അപ്പം ഈ 3 അവസ്ഥകൾ ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ, ശാസ്ത്രം ഏകദേശം ശാസ്ത്രത്തിന്റെ കാലഘട്ടം വരണേ ഒന്ന് പറയാമോ? ജലത്തിന്റെ 3 അവസ്ഥകളാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടോ, അരുൺ ബ്രദർ അവിടെ കാണിച്ചിട്ടുണ്ട്. 3 അവസ്ഥ. അതാണ് ജലമാകുന്നു, അത് നീരാവിയാകുന്നു, അത് കട്ടയാകുന്നു, ഘനീഭവിക്കുന്നു. അതായത് ഊഷ്മാവ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സംഭവത്തിൽ മഴ നമുക്ക് ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയമാണ്. മഴ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മഴ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ ഈ മഴ ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള ശാസ്ത്രീയ സത്യം ഏകദേശം 16-17 നൂറ്റാണ്ടുകളിലാണ് ശാസ്ത്രം വന്നിട്ട് മഴ ഉണ്ടാകുന്ന രീതി പറഞ്ഞത്. ആദർശം മഴ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് വാട്ടർ സൈക്കിൾ സിസ്റ്റം. എന്താണ് അത്? നിങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ സഹോദരങ്ങൾ പറയുന്നുണ്ട്. അതിന് സൂര്യന്റെ ചൂടേറ്റ് ജലം നീരാവിയായി മുകളിലേക്ക് പോയി മേഘങ്ങളൊക്കെ എന്നിട്ട് താഴോട്ട് വെള്ളമായിട്ട് വരുന്നു. അപ്പോഴാണ് നമ്മുടെ ഒരു നേതാവ് ചോദിച്ചത്, കടലിൽ മരങ്ങളൊന്നും ഇല്ലല്ലോ, മലയില്ലല്ലോ, പിന്നെ എങ്ങനെയാന്ന് പറഞ്ഞൊരു ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അത് പക്ഷെ എന്തായാലും നമുക്ക് ശാസ്ത്രം ഇത് 16-17 നൂറ്റാണ്ടിൽ മഴയെക്കുറിച്ച്, മഴ ഉണ്ടാകുന്ന വിധം പഠിപ്പിച്ചപ്പോൾ ബൈബിൾ സഭാപ്രസംഗി 1:7, സഭാപ്രസംഗി 1-ാം അധ്യായം 7 നിങ്ങൾ എഴുതുമ്പോ മഴ ഉണ്ടാകുന്നതിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ടായിരിക്കണം നിങ്ങൾ എഴുതി വെക്കേണ്ടത്. സഭാപ്രസംഗി 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. യെസ്, വായിക്കാം. നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു, സകല നദികളും, ഓർത്തോളെ, സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകുന്നു, എന്നാൽ സമുദ്രം നിറയുന്നില്ല. ഇനി ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുക്ക് തുടരുന്നു. വീണ്ടും ഉറവിടത്തിലേക്ക് തന്നെ ഒഴുക്ക് തുടരുന്നു. അപ്പോ സമുദ്രത്തിൽ എത്ര നദികൾ വന്ന് പതിച്ചാലും സമുദ്രം നിറഞ്ഞു കവിയുന്നില്ല. അതിന്റെ 1-ാമത്തെ സംഭവം. ഇനി അതിന്റെ 11-ന്റെ 3 വായിക്കാമോ? സഭാപ്രസംഗി തന്നെ 11-ന്റെ 3.
മേഘങ്ങൾ വെള്ളം നിറയുമ്പോൾ ആ. അത് നിശേഷം ഭൂമിയിലേക്ക് ചൊരിയുന്നു. അപ്പൊ മേഘത്തിൽ എങ്ങനെ വെള്ളം വരും? അതാണ് നീരാവി. നീരാവി. മേഘത്തിൽ വെള്ളം വരുന്നത് നീരാവിയായിട്ട് മേഘത്തിലേക്ക് പോകുന്നു. അത് തണുത്തുറയുന്നു, താഴേക്ക് പതിക്കുന്നു. ഒന്നുകൂടെ വായിച്ചേ. മേഘങ്ങൾ വെള്ളം നിറയുമ്പോൾ അത് നിശേഷം ഭൂമിയിലേക്ക് ചൊരിയുന്നു. ആ, തെക്കോട്ടോ വടക്കോട്ടോ. ഓക്കെ. ഇനി അടുത്തൊരു വചനം കൂടെ, ആമോസിന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം. ആമോസ് 9:6. ആകാശങ്ങളിൽ തന്റെ ഉന്നത മന്ദിരം തീർക്കുകയും ആ, ഭൂമിയുടെ മേൽ കമാനം നിർമ്മിക്കുകയും ആ, കടൽ ജലത്തെ വിളിച്ച് ഭൂതലത്തിൽ വർഷിക്കുകയും ചെയ്യുന്നു. അതാണ് മഴ. കടൽ ജലത്തെ നീരാവിയാക്കി വിളിച്ച് മേഘങ്ങളിൽ കൊണ്ടെത്തിച്ച് തണുപ്പിച്ച് ഭൂമിയിലേക്ക് അവിടുന്ന് വർഷിക്കുന്നവന്റെ പേരാണ് കർത്താവായ യഹോവ എന്ന് ആമോസ് പ്രവചിക്കുക. ആമോസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടടയനാണ്, വിദ്യാഭ്യാസമില്ലാത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന് വിദ്യാഭ്യാസമുണ്ടോ ഇല്ലയോ, നിന്റെ ഹൃദയത്തിലെ വിശുദ്ധിയും സംസാരിക്കാൻ നീ നിന്നുകൊടുക്കുന്നതുമാണ് പരിശുദ്ധാത്മാവിന് ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. കടൽ ജലത്തെ വിളിച്ചു വരുത്തിച്ച് മാതാ ഭൂതലത്തിൽ വർഷിക്കുന്ന തരത്തിൽ അവിടെ ഒരു അത്ഭുതം ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത വചനം ജെറമിയായുടെ പുസ്തകം 10-ാം അധ്യായം 13-ാമത്തെ വാക്യം. കുറച്ച് വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ജെറമിയ 10-ാം അധ്യായം 13-ാമത്തെ വാക്യം. അവിടുന്ന് ശബ്ദിക്കുമ്പോൾ ആകാശത്തിൽ ജലം ഗർജിക്കുന്നു. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടുന്ന് മൂടൽ മഞ്ഞ് ഉയർത്തുന്നു. മഴ പെയ്യിക്കാൻ മിന്നൽ പിണറുകൾ നിർമ്മിക്കുന്നു. അറപ്പുര തുറന്ന് കാറ്റിനെ അയക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും പറയത്തില്ലേ, കാലാവസ്ഥ നിരീക്ഷകർ പോലും എന്ത് നോക്കിയാ പറയുന്നത്? ജെറമിയ എഴുതി വെച്ചിരിക്കുവാണ്. ഒന്നുകൂടെ വായിച്ചു നോക്കാം. എല്ലാവരും വായിച്ചു നോക്കിയേ. അവിടുന്ന് ശബ്ദിക്കുമ്പോൾ ആകാശത്തിൽ ജലം ഗർജിക്കുന്നു. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടുന്ന് മൂടൽ മഞ്ഞുയർത്തുന്നു. മഴ പെയ്യിക്കാൻ മിന്നൽ പിണറുകൾ നിർമ്മിക്കുന്നു. അറപ്പുര തുറന്ന് കാറ്റിനെ അയക്കുന്നു. എന്നാ പിന്നെ എപ്പോഴും ഇതൊക്കെ പെയ്തുകൊണ്ടിരുന്ന പോലെ, എപ്പോഴും 24 മണിക്കൂറും 365 ദിവസം ഇതങ്ങ് പെയ്തുകൊണ്ടിരുന്ന പോരെ എന്നൊരു ചിന്ത ഒരാളിന്റെ അകത്ത് വരുന്നെങ്കിൽ അങ്ങനെ ദൈവം പ്ലാൻ ചെയ്തിട്ടില്ല. ദൈവം മഴയ്ക്ക് ഒരു നിയമം കൊടുത്തു. ആ നിയമം മഴ അനുസരിക്കുന്നുണ്ട്, അതുപോലെ അനുസരിക്കുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായം, ജോബ് 28-ന്റെ 25-26 വാക്യങ്ങൾ. അവിടുന്ന് കാറ്റിന് ശക്തി കൊടുക്കുകയും വെള്ളത്തിന്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്തപ്പോൾ മഴയ്ക്കൊരു നിയമവും ഇടിമിന്നലിന് ഒരു മാർഗവും നിർണയിച്ചപ്പോൾ. ആമേൻ. ഇവിടെ ശ്രദ്ധിച്ചോ, ഒരു പരിധി വരെ ഭൂമിക്ക് താങ്ങാൻ പറ്റുന്നതേ ദൈവം കൊടുക്കുന്നുള്ളൂ. അവിടുന്ന് കാറ്റിന് ശക്തി കൊടുക്കും, വെള്ളത്തിന്റെ അളവ് നിശ്ചയിക്കും, അത് മഴയായി വരും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നമ്മുടെ കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഒരു ദിവസം കൂടെ അതുപോലെ മഴ നിന്നിരുന്നെങ്കിൽ പല ഡാമുകളും പല കുടുംബങ്ങളും പല അരുവികളും നിറഞ്ഞു കവിഞ്ഞാനെ, അല്ലെ? പല സ്ഥലങ്ങളും നിറഞ്ഞു കവിഞ്ഞാനെ ഒരു ദിവസം കൂടെ ഇതുപോലെ നിന്നിരുന്നെങ്കിൽ. പക്ഷെ ദൈവം കൽപ്പന കൊടുത്തു, മതി 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 മതി. ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവം യേശു അല്ലാതെ മറ്റാരാ ഉള്ളത്? ഇങ്ങനെ കറക്റ്റ് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന വിശുദ്ധ ബൈബിൾ അല്ലാതെ മറ്റേത് ഗ്രന്ഥമാണ് ജീവന്റെ ഗ്രന്ഥമായിട്ടുള്ളത്? അതിനെ പുച്ഛിക്കാനും അപമാനിക്കാനും എങ്ങനെയാണ് നിന്റെ നാവ് ഇത്രമാത്രം ഉയരുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാം. എപ്പോഴെങ്കിലും ദൈവവചനത്തിനെതിരെ സംസാരിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ദൈവനാമത്തിനെതിരെ കുറ്റം വിധിച്ചു പോയിട്ടുണ്ടെങ്കിൽ, എന്നോട് കരുണയാകണമേ ദൈവമേ, എന്നോട് കരുണയാകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, സ്തോത്രം. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ ആരാധന, യേശുവേ ആരാധന. നമ്മൾ ജലം പഠിച്ചു, അതിന്റെ നീരാവി ബൈബിളിൽ പറഞ്ഞു. ഇനിയുള്ളത് മഞ്ഞുകെട്ടാണ്. ജോബിന്റെ പുസ്തകം 38-ാം അധ്യായം 30. ഈ ജോബിന്റെ പുസ്തകം അബ്രഹാമിന്റെ കാലഘട്ടമാണ് ഏകദേശം ജോബിന്റെ ജീവിതം. അന്ന് ദൈവം പറഞ്ഞതാ, ജോബ് 38:30. ജലം പാറ പോലെ ഉറച്ചു പോകുന്നു. പാറ പോലെ ഉറക്കുക എന്ന് പറഞ്ഞാൽ മഞ്ഞ്, ജലത്തിന്റെ മൂന്നാമത്തെ അവസ്ഥ. ഇതെന്തിനാണ് പറയുന്നത് അറിയാമോ? ഇതെല്ലാം വചനത്തിനകത്തുള്ളത് നമ്മുടെ കൺമുൻപിൽ നടക്കുന്നുണ്ട്, മറക്കരുത്. ദൈവവചനത്തിൽ വന്നിട്ടുള്ള പ്രവചനങ്ങൾ ശക്തിയോടെ തന്നെ കൺമുൻപിൽ നടക്കുന്നുണ്ട്. ഇത് മറക്കല്ലേ, നമ്മുടെ ഹാർട്ടിനകത്ത് ഇത് കുറിക്കണം. ഇത്രയും സമയം കേട്ട വചനങ്ങൾ കൺമുൻപിൽ തൊട്ടും അനുഭവിച്ചും കണ്ടും നമ്മൾ എല്ലാ മനുഷ്യരും വളരുകയാണ്. വെള്ളം, മഴ, ഐസ്കട്ട, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്, കണ്ടതാണ്, പലതും ഈ ലോകത്ത് കണ്ടതാണ്. ഇത് നമുക്കൊരു ദൂതാണ്. സ്തോത്രം, ഹല്ലേലൂയ.
അതുകൊണ്ട് നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോകുകയാണ്. അടുത്ത സെക്ഷനാണ് സമുദ്രത്തെ കുറിച്ചുള്ള ഒരു രീതി. സമുദ്രത്തിൽ പാതയുണ്ട്. സമുദ്രം എങ്ങനെയെങ്കിലും ഒന്നും അല്ല പോകുന്നത് എന്ന് ഇങ്ങനെ പറയാറുണ്ട്. കപ്പലിന് കപ്പലിൻ്റെതായ ഒരു പാതയുണ്ട്, ബോട്ടിന് അതിൻ്റെതായ ഒരു പാതയുണ്ട്, കപ്പൽ ചാലുകളുണ്ട്. ഞങ്ങളുടെ ട്രിവാൻഡ്രത്തുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കടൽ പണിക്ക് പോകുന്ന സഹോദരങ്ങളോടൊപ്പം ബോട്ടുകളിൽ യാത്ര ചെയ്യുമ്പോൾ അവർ ഞങ്ങളെ കൂടെ കൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോകും. അങ്ങനെ പോകുന്ന സമയത്ത് ഏകദേശം ഒരു 25-30 കിലോമീറ്റർ ഒക്കെ ഉൾക്കടലിലേക്ക് പോകുമ്പോൾ അവർ പറയും, ആ പോകുന്ന ഭാഗം ഇനി കപ്പൽ ചാലാണ്, അങ്ങോട്ട് പോകണ്ട, അത് കപ്പൽ ചാലാണ്. അത് ഞങ്ങൾ ചോദിക്കും, ഇതെന്താ കപ്പൽ ചാൽ എന്ന് പറഞ്ഞാൽ? ഇതുവഴിക്കൊന്നും വരത്തില്ലേ? അല്ല, ഈ ഭാഗത്ത് ഒരുപക്ഷെ മലകളും ഒത്തിരി കിടങ്ങുകളും ഒത്തിരി ഈ ഉയർന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട് കടലിന്റെ അടിയിൽ പോലും. എന്നാൽ കപ്പൽ പോകുന്ന ഭാഗത്ത് അങ്ങനെ ഒരു വിഷയമില്ല. അവരത് കറക്റ്റ് ഗൈഡ് ചെയ്തിട്ടാണ് കപ്പൽ അങ്ങനെ പോകുന്നത് എന്നവര് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇതൊക്കെ ചുമ്മാതായിരിക്കും എന്ന് മനസ്സിലാക്കി. പക്ഷെ പിന്നീട് സമുദ്ര ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളും അവരുടെ ഡോക്യുമെന്ററികളും ഒക്കെ കേൾക്കാനിടയായപ്പോൾ സത്യമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു ശാസ്ത്രജ്ഞന്റെ ജീവിതത്തില് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, മാത്യു മൗറി എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഒരു സമുദ്ര ഗവേഷകനായിരുന്നു. മാത്യു മൗറി എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ. അരുൺ ബ്രദർ ഇപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യും. അപ്പോൾ ആ മാത്യു മൗറി എന്ന് പറയുന്ന ഈ ശാസ്ത്രജ്ഞൻ, ഇദ്ദേഹം ഗവേഷണം ചെയ്തു. ഈ കാണുന്ന വ്യക്തി, ഇദ്ദേഹത്തിന് സമുദ്രത്തിൽ ഒരു പാത ഉണ്ട് എന്ന് കണ്ടെത്തിയത്, അല്ലെങ്കിൽ സമുദ്രത്തിൽ ഒരു പാത ഉള്ളത് നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കണം എന്ന് കണ്ടെത്തിയത് 108-ാം സങ്കീർത്തനത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങളാണ്. സങ്കീർത്തനം 8-ന്റെ 6 മുതലുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങൾ അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹം കുറിച്ചു വെച്ചിട്ടുണ്ട്, ചരിത്രത്തിൽ കുറിച്ചിട്ടുണ്ട്. ഇങ്ങനെ സമുദ്രത്തിൽ ഇങ്ങനെ ഒരു പാതയുണ്ടോ? ഈ പാത ഉണ്ടെങ്കിൽ എന്തുമാത്രം അപകടങ്ങളിൽ നിന്ന്, എന്തുമാത്രം അനർത്ഥങ്ങളിൽ നിന്ന് കപ്പൽ യാത്രക്കാരെ രക്ഷിക്കാം എന്ന് കണ്ടെത്താൻ അദ്ദേഹത്തെ സഹായിച്ചത് സങ്കീർത്തനം 8-ാം അധ്യായം 6 മുതലുള്ള വാക്യമാണ്. വായിച്ചു നോക്കാം നമുക്ക്. അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ അവൻ ആധിപത്യം നൽകി, എല്ലാത്തിനെയും അവന്റെ പാദത്തിന് കീഴിലാക്കി. ആടുകളെയും കാളകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലതിനെയും തന്നെ. കടലിൽ സഞ്ചരിക്കുന്ന സകലതിനും ഒരു പാതയുണ്ട് എന്ന് വചനം അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്രകാരം സമുദ്രത്തിൽ ഒരു പാതയുണ്ട്, അത് കണ്ടെത്തണം എന്നുള്ള ഇൻസ്പിറേഷൻ അത് പഠിപ്പിച്ചു തന്നത് വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തനം 8-ാം അധ്യായം ആണെന്ന് അദ്ദേഹത്തിന്റെ ബയോ ഇതിനകത്ത് ജീവിത ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. മാത്യു മുറേ, സ്തോത്രം. അതൊരു ശാസ്ത്രജ്ഞനാണ്, സമുദ്ര ഗവേഷകർ നടത്തിയ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ശരി, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ സ്തുതിക്കാം. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ദൈവമേ. അടുത്ത ഒരു ഘട്ടമാണ് സൂര്യനെ കുറിച്ചുള്ള ഒരു പഠനം.